ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഒരു സൺ കിസ്ഡ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമ്മൾ സണ്ണിൻ്റെ അടിയിലൊക്കെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോയി കൈൻഡ് ഓഫ് സൺ കിസ്ഡ് ലുക്കായിരിക്കും. അപ്പോൾ ആ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ഏതൊക്കെ ഉപയോഗിക്കുന്നത് അതെല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ട് 2 വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഈ ഒരു മേക്കപ്പ് വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം ഞാൻ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ബേസിക് കീ ടു ഹാവ് എ ഗ്ലോയി കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് മേക്കപ്പ് ലുക്ക്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു കൈൻഡ് ഓഫ് ഗ്ലോയി ഫിനിഷ് ലുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് കേക്കി കൈൻഡ് ഓഫ് അപ്പിയറൻസ് ആയിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ മേക്കപ്പും അതുപോലെ തന്നെ വരും. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലർ അപ്ലൈ ചെയ്യുന്ന. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്ന അണ്ടർ ഐസ്, അതുപോലെ തന്നെ ഇവിടെ ഇവിടെ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് സർക്കിൾസ്, പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ പിമ്പിൾസ്, അങ്ങനെ ഇതൊക്കെ നമുക്ക് ഈ ഒരു കൺസീലർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് അപ്ലൈ ചെയ്യണത് ഇവിടെ. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടർ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കോണ്ടർ സ്റ്റിക്കാണ്. അപ്പോൾ ഇതൊരു സൺകിസ്ഡ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാൻ ബ്രോൺസറും യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസിൽ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഐബ്രോസ് ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ യൂഷ്വലി ഐബ്രോസ് ലാമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ലിഫ്റ്റഡ് ലുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐബ്രോസ് ലാമിനേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ഐബ്രോ ജെല്ലാണ് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഇപ്പം എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രോൺസറാണ്.
എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലഷാണ്. അപ്പോൾ അങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഹൈലൈറ്റർ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ട്രാൻസ്ലൂസൻ പൗഡറാണ്. പിന്നെ നമുക്ക് അടുത്ത ലിപ്സ് റൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലിപ് ടിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഫൈനലി നമുക്ക് ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. പിന്നെ നിങ്ങൾക്കൊരു പാർട്ട് 2 വീഡിയോ എന്തായാലും വരും. സോ അതിൽ എൻ്റെ പ്രൊഡക്ട്സ് ഏതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് അതെല്ലാം നിങ്ങളുടെ സെക്കൻഡ് പാർട്ട് 2 വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.